ഓക്കെ ഹായ് ഗൈസ്, നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ആണ് കളിക്കാൻ പോകുന്നത്. ഞാൻ പണ്ടെന്നല്ല കുറച്ച് ദിവസം മുന്നേ ഒരു ക്രിയേറ്റീവ് വേൾഡ് എടുത്തായിരുന്നു. നമുക്ക് ന്യൂ വേൾഡും കാര്യങ്ങളാക്കി ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ സർവൈവലാണ് എടുക്കാൻ പോകുന്നത്. എനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഈസി മോഡ് എടുക്കുക, അല്ല വേണ്ട പീസ്ഫുൾ എടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങനെ വേൾഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഗൈസ്, അയ്യോ ഇതേതാ പട്ടിക്കാട്ട്? അയ്യോ ഏതോ പട്ടിക്കാട്ടിൽ വന്ന് വീണിട്ടുണ്ട്. നമുക്ക് കുറച്ച് വുഡ് എടുക്കാം. ഹായ്, വുഡ് എടുക്കുക, എണീറ്റ് പോവുക, അത്രയാണ്. അപ്പൊ ഈ മരം മൊത്തം എടുക്കാൻ പോവാണ്. അപ്പം ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കാം, കുറച്ച് സാധനങ്ങളാക്കാം. ഇപ്പൊ ഒരു സാപ്ലിംഗ് ആക്കി കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഒരു പന്നി അല്ല, ആട്. ഏതാ മോനെ, ഇങ്ങോട്ട് വാ. മോനെ ഇനി ഒരു 2 വൂളും കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു ബെഡ് ഉണ്ടാക്കാം. അല്ല സോറി, 2 വൂളും 3 വുഡും. വുഡിന്റെ ആവശ്യമില്ല, കാരണം നമുക്ക് ഓൾറെഡി കിട്ടിയല്ലോ. നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മൾ പോകാൻ പോവാണ്. ഇനി ഹായ് ആമ. കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനി നമ്മളെ യാത്ര ഒരു നോർമൽ വേൾഡിലേക്ക്, അല്ലല്ല നോർമൽ ഏരിയയിലേക്ക്. ഹലോ മനുഷ്യർ, ഇങ്ങനെ അടിക്കുന്നതിനേക്കാളും ഭേദം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. ഒരു ഈസി വേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക. ഇത് ഇങ്ങനെ ഞെക്കി പൊട്ടിക്കുക, ഈ സാധനം ഉണ്ടാക്കുക. കഴിഞ്ഞ കളിക്ക് നൂറായിട്ട് മര്യാദക്കുള്ള വേൾഡിൽ എത്തണം. അതാണ് ഏറ്റവും വലിയ ആവശ്യം. കാരണം ഇതിലൂടെ ഈ ചളിവെള്ളത്തിലൂടെ പോയിട്ട് എനിക്ക് മടുത്തു. ലൈക്ക് എന്താ പറയാ,
വലിയ ബോറിംഗ് അല്ലേ, വൃത്തിയോട്ട ഏരിയ പോലെ. പിന്നെ ഇവിടെ ഈ യൂട്യൂബ് ക്രിയേറ്റർ ഞാനല്ല, ഈ യൂട്യൂബിലെ ഒരു ആളാണ് ഞാൻ. അപ്പം നമ്മൾ ഫൈനലി ഓവർ വേൾഡ് മര്യാദക്കുള്ള വേൾഡിൽ എത്തിയിരിക്കുകയാണ്. ആൻഡ് നമ്മളെ ഗോൾ ഈസ് ടു ഫൈൻഡ് എ വില്ലേജ്. അവർ ഗോൾ ഈസ് ടു ഫൈൻഡ് എ വില്ലേജ്. ആൻഡ് കുറച്ച് പൂ കൊടുക്കാം. എൻ്റെ കയ്യിലൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ട്. ഹായ് പശു. അപ്പൊ അതിനെ അങ്ങ് എടുത്തിട്ടുണ്ട്, തൂക്കിയിട്ടുണ്ട്. ഇതിനും തൂക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബെഡിനുള്ള സാധനം. ഓക്കെ, ഞാൻ കുടിച്ചു. പിന്നെ നമുക്കിനി ഈ പശു എന്താ, അയ്യോ പശു കുട്ടി ഉണ്ടായിരുന്നു. ഇല്ല ഇല്ല ഇല്ല, ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിലും എൻ്റെ കുഴപ്പമില്ല. അതാ പിന്നെ കാട്ടിലെത്തി. എടാ എന്താണ് ഈ വേൾഡിന്റെ കുഴപ്പം? അയ്യോ 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 അയ്യോ. അപ്പൊ ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്കൊരു എന്താ ചെയ്യണ്ടേ? എൻ്റെ ഇതിനകത്ത് ഇൻവെന്ററിനകത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ഇപ്പൊ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുന്നു, ഇവിടെ വെക്കുന്നു, സാധനം ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഒരു പിക്കാക്സ് എടുക്കുന്നു. കാരണം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാം. കിട്ടി. അപ്പം സോ ഫാർ സോ ഗുഡ്. 9 പീസ് കിട്ടി. 9 പീസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒപ്പിച്ചു കൊടുക്കാം. 9 പീസ് കൊണ്ട് കുറച്ച് സാധനങ്ങൾ തട്ടി. അപ്പം നമ്മൾ ഡെസേർട്ടിലെത്തിയിരിക്കും. ഇവിടെ ഒരു ടെമ്പിൾ, ഡെസേർട്ട് ടെമ്പിൾ ഒരു സാധനം. ഡെസേർട്ട് ടെമ്പിൾ ഉണ്ട്. ഈ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടെമ്പിൾ പറയുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ അയ്യോ അയ്യോ ഇതെന്താ കാര്യം? ഹലോ ഗൈസ്, ഇതേതാ കുഴി?
നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുന്നു, ഇവിടെ വയ്ക്കുന്നു, ഒരു കട്ടിലുണ്ടാക്കി കിടക്കുന്നു, ഉണ്ടാക്കി അപ്പൊ സക്സസ്ഫുള്ളി ഫസ്റ്റ് നൈറ്റ് നമ്മൾ ഡേ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് നൈറ്റ് അപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എടാ ഇവിടെ 2 മുയൽ അല്ല ആമ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ നമ്മളിനി പിന്നെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ആ ഒരു മര്യാദക്കുള്ള സ്ഥലത്തെത്തി. സന്തോഷം. അതാ അവിടെ അയാണ് കാണുന്നുണ്ട്, പക്ഷെ പോകാൻ പറ്റില്ല, പോകണ്ട. പിന്നെ നമ്മൾ കഴിഞ്ഞ കളിയിൽ ഞാൻ വെറുതെ കളിച്ചപ്പം നമുക്കൊരു പുതിയ പെറ്റ് കിട്ടിയായിരുന്നു. യൂട്യൂബിലിട്ടില്ല, ഒരു പുതിയ പെറ്റ് കിട്ടി. ആ പെറ്റ് എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ ഞാൻ കളിക്കാൻ കൊടുത്തപ്പോൾ പോയി. ഇങ്ങനെ പെറ്റിനെ വെള്ളത്തിലിട്ടിട്ട് ഇയാളങ്ങ് ഓടിക്കളഞ്ഞു. ലൈക്ക് പെറ്റിനെ അവിടെ ഇരുത്തിയിട്ട് ഏതോ ബ്ലോക്കിൻ്റെ അടിയിൽ പെട്ടുപോയി. ഇയാളാണെങ്കിൽ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പെറ്റ് ചത്തുപോയി. നമുക്ക് കുറച്ച് പൂവൊക്കെ എടുക്കാം. പിന്നെ എൻ്റെ ഗോൾ ഞാൻ മറന്നിട്ടില്ല ഇതുവരെയായിട്ടും. നമുക്ക് ഒരു വില്ലേജാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിച്ചാൽ ലൂട്ടടിക്കണം. ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന റെയ്ഡ് മൊത്തം ചെയ്യാൻ പറ്റി. എന്നെ കൊടുക്കാൻ പറ്റുന്നൊന്നുമില്ല. നോക്കി ബൈ പട്ടി. അവിടെ പട്ടി ഇതേ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചേട്ടൻ ഹാളിലുണ്ട്. സോ നമ്മൾ ഇനി ലൈവല്ല, ഫുൾ വീഡിയോ ഇടുവാടാ. സോ അപ്പം നമ്മൾ എൻ്റെ ഏട്ടനും കൂടിയാണ് കളിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഏട്ടൻ അടുത്തുണ്ട്. നമ്മൾ പിന്നെയും അലഞ്ഞു തിരിഞ്ഞ് നമ്മളൊരു വില്ലേജ് കണ്ടുപിടിക്കാൻ നോക്കുന്നു. ബെഡുണ്ട്. ഹായ് അയൺ ഗായ്സ്. അപ്പം നമുക്ക് അയൺ കിട്ടിയിരിക്കുകയാണ്. നിന്റെ ആ സൈഡിലുണ്ട്. അയ്യോ സോറി ഗൈസ്. നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം ഉണ്ടാക്കേണ്ട കാര്യം വുഡൻ പിക്കാക്സ്, അയൺ പിക്കാക്സ്. അയൺ പിക്കാക്സ് നോ സ്റ്റോൺ പിക്കാക്സ്. എന്തൊക്കെയോ ഞാൻ പറയുന്നു. അപ്പോൾ അത് അയൺ എന്ന് പറയുന്ന വസ്തുവാണിത്. പിന്നെ ഇതാ ഒന്നുകൂടി ഇവിടെ ഉണ്ട്. ഇതെന്താ ബെഡ് റോക്കോ? അല്ല, എൻ്റെ ഒരു അല്ലോ അയ്യോ. നമ്മൾ ഇതെടുത്ത് പോവാം. സോ നമ്മൾ ഇവിടുന്ന് മുങ്ങുവാണ്. കാരണം ഇത്ര ഉള്ളിൽ ഇനി എനിക്ക് പോകാൻ താല്പര്യമില്ല. കാരണം ചത്ത് കഴിഞ്ഞാൽ വീഡിയോ തുടങ്ങിയ അപ്പം തന്നെ ചാവാൻ എനിക്ക് വയ്യ. ചത്താലും വല്ലാത്ത എനിക്ക് നഷ്ടം. ലൈക്ക് ഞാൻ വളരെ നുബാണ്. ഇപ്പം വലിയ ഗെയിമർ, തെറാപ്പിസ്റ്റ് പോലത്തെ നല്ല ഗെയിമറില്ലേ, ഗെയിം തെറാപ്പിസ്റ്റ് പോലത്തെ, അവർക്കൊക്കെ ഒരു കുഴപ്പമില്ല. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ അത്രയും സിമ്പിളാണ്. കാരണം അവർ വേഗം എല്ലാം ചെയ്യും. സ്പീഡ് റണ്ണർ പറയാ. ഫുഡ് പിന്നെ നമ്മൾ ഡെയിലി ഷോർട്സ് പറ്റുമെങ്കിൽ ഇടും. ഓക്കെ, ഡെയിലി ഷോർട്സ്, ഡെയിലി ലൈവിൻ്റെ ടൈമില്ല കറക്റ്റായിട്ട്. എന്നാലും ഡെയിലി ലൈവ് ഇടാറുണ്ട്. ഞാനും എൻ്റെ ചേട്ടനും കൂടിയിട്ട് ഒരു ഡെയിലി ലൈവ് ഇടലുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ശോകം പിടിച്ച കാര്യം ഒറ്റ ഒരാൾ കാണൂല. എന്താണ് ഗൈസ്, 7 സീസണിൽ ഇത്രയും നല്ല കൂട്ടുകാരില്ലേ, എന്നിട്ടും നിങ്ങൾ കാണാണ്ടിരിക്കുക എന്നല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ. അപ്പം ഇത് ഇവിടെ വെച്ച് കണ്ടു 360 അല്ലേ?
ഇപ്പം പിന്നെ നമ്മൾ ഇനി വീടുണ്ടാക്കാൻ നോക്കുവാണെങ്കിൽ എനിക്ക് വയ്യ, ഞാൻ വീടുണ്ടാക്കുന്നില്ല. പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാ അടുത്തൊരാട് എനിക്കെന്തിനാ ഇനി നമുക്ക് നമ്മളെ ബെഡ് ഡൈ അടിക്കാം അല്ലേ ഗൈസ്? അടിച്ചൂടെ? എന്താ റിവീന? എടാ ഇതെന്താടാ റിവീന? അമ്മേ എടാ ഇതെന്തൊരു നമുക്ക് അങ്ങോട്ട് കയറാം. ഓ അപ്പൊ ഈ സൈഡിൽ തന്നെ അയണും ഉണ്ട്, പൊള്ളാണ്ട് നമുക്കിത് എടുക്കണം. ഇതാണ് ഏറ്റവും പിന്നെ നമ്മൾ ലൈവ് എപ്പോൾ ഇടുന്നുണ്ട് ആരും കാണാറില്ല ഗൈസ്. എന്താണ് ഗൈസ്, കുറച്ചാൾക്കാർ കാണും. നമുക്കും ഒരു 1 മില്യനൊക്കെ അടിക്കണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. അടിക്കാൻ പറ്റാറില്ല. അയ്യോ, അപ്പോൾ നമ്മൾ ഇതിലൂടെ പോകുകയാണ്. നമ്മളേതോ ഇരുട്ടിനകത്ത്. എനിക്ക് വയ്യ, അവിടെ ക്രീപ്പറാണ്. നമുക്ക് ഇനി തിരിച്ചു കയറുന്ന വഴിയാണ്. ഇനി നിർബന്ധമായും നോക്കണത് തീ പൊള്ളാണ്ട് പോകണം. അപ്പൊ ഇതിൻ്റെ എടാ അവിടെ വന്നത് നമ്മൾ ഇന്നത്തെ ഗോൾ അല്ല, ഇന്നത്തെ അല്ല, കുറച്ച് പാർട്ടായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഗോളാണ് ഒരു ഡയമണ്ട് കണ്ടുപിടിക്കുക. പിന്നെ ഡയമണ്ട് ആർമർ ഉണ്ടാക്കുക, ഡയമണ്ടിൻ്റെ എല്ലാം ഉണ്ടാക്കുക. അതാണ് നമ്മളെ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഗൈസ് ലെറ്റ്സ് ഗോ. താങ്ക് യു ഫോർ ദ അക്വേറിയത്തിൻ്റെ ഷോർട്സിന് വ്യൂസ് ഒക്കെ തരുന്നതിന് താങ്ക് യു. ആൻഡ് നമുക്കൊരു 17 അയൺ കിട്ടിയിരിക്കുകയാണ്. അല്ല ഈ പട്ടിയൊക്കെ എന്താ ഇവിടെ പരിപാടി? എതാ പോന്നെ ഇതിലൂടെ കയറും, ഇവിടെ വയ്ക്കും, എന്നിട്ട് വരും, ഇങ്ങോട്ട് കയറും. ഇനി പോന്നു. ഇത് മൾട്ടിപ്ലെയർ അങ്ങാണ്ട് കളിക്കാൻ പറ്റില്ലേ? ആ മൾട്ടിപ്ലെയർ കളിക്കുന്ന രീതി കിട്ടിയിട്ടുണ്ട്. എൻ്റെ വേറെ ഫ്രണ്ട്സും വെച്ച് ഞാൻ കളിക്കുന്നതായിരിക്കും. അപ്പം ഗൈസ് നമ്മൾ ഈ വീഡിയോ എങ്ങനെയുണ്ട് എൻ്റെ ജെക്കെ? പിന്നെ നമ്മൾ ഇനി എനിക്ക് വന്നത് ഇനി സ്മെൽറ്റ് ചെയ്യുക. അതാണ് ഇനി നമ്മൾ ഇനിയുള്ള പരിപാടി. അതാണ് സ്മെൽറ്റ് ചെയ്യുക, അയൺ സ്മെൽറ്റ് ചെയ്യുക. അയണിനെ കൊണ്ട് വെറുതെ എന്തേലും ചെയ്ത് വെക്കുക. ഓക്കെ, അത് നിർബന്ധമായിട്ട് ഒരു ബക്കറ്റ് ആവശ്യമുണ്ട്. പിന്നെ ലാവ ബക്കറ്റ് നല്ലതാ, കാരണം അറിയാലോ അല്ലേ? പന്നീനെ കണ്ടപ്പോൾ അറിയാലോ അല്ലേ? അപ്പം പിന്നെ ആൻഡ് നമ്മൾ ഒരു ഫർണസ് ഉണ്ടാക്കാൻ പോവാണ്. ഫർണസ്. ഇപ്പൊ 484 ആയിരുന്നില്ലേ? ഇപ്പൊ 646 ആയി. അപ്പൊ ഗായ്സ് ഇത്രയും വേഗം കാണുന്ന വളരെ നന്ദിയുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്. സോ അപ്പൊ ഗൈസ് നമുക്ക് ഒരു സ്റ്റോണും കൂടി വേണമായിരുന്നു. എല്ലാം
ലൈക്ക് നമ്മൾ ഫർണസ് ഉണ്ടാക്കാൻ പോവാണ്. കാരണം അയണൊക്കെ സ്മെൽറ്റ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതാ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോകുന്നു, ഇതുണ്ടാക്കുന്നു, ഈ സാധനം ഉണ്ടാക്കുന്നു, ഇവിടെ വയ്ക്കുന്നു. അയ്യോ ഒന്നുമില്ല. ഇവിടെ എന്തായാലും വെക്കണ്ട. ഫ്യൂവലായിട്ട് എന്താ വെക്കുക? ഇത് വെക്കാം, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇങ്ങ് വാടാ. ഈ സാധനം ഓടിപ്പോയി, ഇറങ്ങിപ്പോയി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ നൈറ്റും കൂടി സ്കിപ്പ് ചെയ്ത് വെക്കാം. ഒന്ന് ഉറങ്ങാം. ഒരയൺ ഓൾറെഡി ആയിരിക്കുന്നു. അപ്പോൾ അയണും പിടിച്ച് നമ്മൾ ഉറക്കം ഇന്നത്തെ ആയി കഴിഞ്ഞു. ഇനി പിറ്റേ ദിവസമായിരിക്കുന്നു. ബെഡ് പൊട്ടിക്കുന്നു, ഇതാ പിടിക്കുന്നു, ഇതാ രണ്ടാമത്തെ അയൺ എടുക്കുന്നു. അങ്ങനെ തന്നെ. എടാ ഇത് വേഗം കത്തിത്തീരുന്നടേ. ആൻഡ് പിന്നെ നമ്മളിനി ഫുഡും കൂടി ചെയ്യാനുണ്ട് അല്ലേ? ഫുഡും കൂടി ചെയ്തിട്ട് അപ്പോഴത്തേക്കും നമുക്കൊരു ഇവിടെ വീട് അങ്ങാണ്ട് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറണോ? വേണോ? പിന്നെ ഇനി അപ്പോൾ 3 അയാണ് പിന്നെയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു അയൺ ബക്കറ്റ് ഉണ്ടാക്കുവാണ്. അയൺ ബക്കറ്റ്, നോർമൽ ബക്കറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കിയിരിക്കുവാണ്. ഹായ് പന്നിക്കുട്ടി. എവിടെ എന്തൊരു സാധനം. എനിക്ക് വാട്ടർ ബക്കറ്റ് ഒക്കെ നല്ലോണം അറിയാം കേട്ടോ. അറിയാൻ ഇതിൽ ചെയ്തിട്ടില്ല. ക്രാഫ്റ്റ് വേൾഡിലൊക്കെ ഇത് ഞാൻ എപ്പോൾ ചെയ്ത് ജയിക്കുന്നില്ല. വാവ്, ഇത്രയും കുറേ സാധനം വെള്ളം കൊണ്ട് കിട്ടുമായിരുന്നു. അപ്പം നമുക്ക് ഒരു സ്റ്റാക്ക് കണ്ടോ? ഇതാണ് ഗ്ലൂക്ലൂസ് പൊടി. ഇനി നമ്മൾ ഇവിടുത്തെ ഏരിയയിൽ കണ്ടോ മൊത്തം ഇതാ. പിന്നെ എനിക്ക് ഒരു സ്റ്റാക്കോ 2 സ്റ്റാക്കോ അങ്ങാണ്ട് കിട്ടി കഴിഞ്ഞു. അയ്യോ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഒന്നും എനിക്ക് ആവശ്യമേ ഇല്ല ഗൈസ്. തേങ്ങ എനിക്ക് ഒട്ടും ആവശ്യമില്ല ഈ സാധനങ്ങൾ. ഞാൻ തേങ്ങ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ആവശ്യമുണ്ട്, പക്ഷെ എനിക്ക് ആവശ്യം ഉണ്ടാവില്ല, ഉണ്ടാവാൻ പോകുന്നില്ല. ലൈക്ക് ആയി പന്നിക്കുട്ടി. പക്ഷേ ഈ കുട്ടി ഇല്ലെങ്കിൽ എൻ്റെ അമ്മേനെ തല്ലിക്കൊള്ളു. അപ്പം പിന്നെയും നമുക്ക് എത്ര അയം കിട്ടി? ഒരു 10 അയം കിട്ടിയിരിക്കുന്നു. ഇനി 28 24 കണ്ടാണെങ്കിൽ ഫുൾ ആർമർ സെറ്റ് തന്നെ ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, ഏറ്റവും വലിയ കുഴപ്പം ഇപ്പം അതായല്ലോ. എനിക്ക് ബക്കറ്റ് കിട്ടിയുള്ള കുഴപ്പാ. അപ്പൊ ഗൈസ് 7 സീസർ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യാം. ഓക്കെ, 7 സീസർ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ നമുക്കിനി ഫുഡും കൂടി എല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് റെഡിയാക്കാം. പിന്നെ ഒരു സ്റ്റീക്കായിരിക്കുന്നു. ഇനി നമുക്കൊരു ഇത് ഡൈ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗായ്സ് നമ്മളിനി പിങ്ക് ഡൈ ഉണ്ടാക്കിയിട്ട് പിങ്ക് ബെഡ് ഉണ്ടാക്കാൻ പോകും. ഒരു വെറൈറ്റി അല്ലേ? ആൻഡ് പിങ്ക് ഡൈ എവിടെ നീ? ശരി, പൊട്ടത്തരം കാണിച്ചു. അപ്പം നമുക്ക് പിങ്ക് ബെഡ് കിട്ടി. നമുക്ക് പിങ്ക് ബെഡും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം വേറെ കളറാക്കണേ അപ്പം തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് എല്ലാം റെഡി ആയിട്ടും തോന്നില്ല.
കൂടി മട്ടനും. ഇത്രയും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ഥലം വിടുന്നില്ല. ഇവിടെ തന്നെ ഒരു വീടുണ്ടാക്കാൻ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ഫുഡ് കഴിഞ്ഞിട്ട് യൂസ്ലെസ് എല്ലാം കളയണം. പിന്നെ കുറെ വുഡ് എടുത്തിട്ട് ഒരു വീടുണ്ടാക്കണം. ബാക്കിയെല്ലാം അടുത്ത എപ്പിസോഡിലായിരിക്കും. ഓക്കെ, അപ്പം വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ദിവസവും ഉണ്ടാവും തോന്നില്ല, വല്ല ചില ദിവസം. ഇനി ചില ദിവസം 2 ദിവസം 3 ദിവസം കഴിയുന്നതോറും ആക്കാം. എന്തൊരു പട്ടിക്കുട്ടീൻ്റെ സൗണ്ടല്ലേ കേട്ടെ? അതാണ് പട്ടി. ഹായ്, നല്ല കോഴി, ചാവ് കോഴി. വില്ലേജ് കിട്ടിയോടാ? വില്ലേജ് കിട്ടിയില്ല, നമ്മള് വില്ലേജ് കിട്ടിയില്ല. ഇത് നല്ല രസമുണ്ടല്ലോ, ക്യൂട്ട് സാധനം. ചത്തുപോയി പാവം. ഞാൻ കൊന്നതാ, പറ്റിക്കണോടാ, കൊന്നിട്ട്. അയ്യോ, അത് ചത്തുപോയി. ഇത് തിരിച്ചടിക്കൂലേ പട്ടി? ഞാൻ വിചാരിച്ചു പട്ടി തിരിച്ചടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഏറ്റവും ഒന്നും ചെയ്യാത്തത്. പക്ഷേ എല്ലുണ്ടെങ്കിൽ പട്ടീനെ ഫ്രണ്ടാക്കാറില്ലേ? എല്ലില്ല. പിന്നെ ഇതും കൂടി റെഡ് ബെഡ് ആക്കണമെങ്കിൽ റെഡ് ബെഡ് ആക്കാം, അല്ലെങ്കിൽ ബ്ലൂ ബെഡ് ആണെങ്കിൽ മറ്റേ സ്പോണ ഏരിയ തന്നെ ചെയ്യായിരുന്നു. ഇതും കൂടി കഴിഞ്ഞ സ്ഥലം വിടുന്നില്ല. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് അയൺ ഷീൽഡ് ഉണ്ടാക്കാം നമുക്ക് ഗൈസ്. ലെറ്റ്സ് ഗോ. ഷീൽഡ് ഉണ്ടാക്കാം നമുക്ക് ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം ഇതെന്താ കാൽഡ്രോൺ? അയ്യോ റെഡ് ഡൈൻ്റെ ആവശ്യമില്ല. എടാ, ഇതെങ്ങനെയായിരുന്നു മറ്റേ സംഭവം ഉണ്ടാക്കുക? ആക്സ്. വുഡ് വേണമല്ലേ? ഇനി നമ്മൾ ആക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക? ഞാൻ മറന്നു പോകുന്നത്. ആക്സിന് സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് എവിടെ പോയി സ്റ്റിക്ക്? ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആക്സ് ഉണ്ടാക്കും. വുഡൻ ആക്സ് ആണ് നല്ലത്, കാരണം അയൺ ഇപ്പം തന്നെ എനിക്ക് വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ നമ്മൾ ഈ മരം മൊത്തം പിന്നെ നമ്മളെല്ലാ പരിപാടിയും നിർത്തല്ല, എല്ലാ പരിപാടിയും എനിക്ക് ഇനി വീടുണ്ടാക്കാൻ സമയമില്ല. ഇനിയിപ്പോൾ സമയത്ത് 8:27. കുറച്ച് മരം എടുത്തിട്ട് ചിലപ്പം ഇത് വൈൻഡപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇത്രയും ചെയ്തു. ഇനി അരമണിക്കൂറായി നമ്മൾ ചെയ്യുന്നു. അരമണിക്കൂറായി. കുഴപ്പമില്ല, നിങ്ങളോടാണ് പ്രതീക്ഷ. അപ്പം പിന്നെ ഇനി സ്റ്റിക്ക് ഇവിടുന്ന് സ്റ്റിക്ക് കിട്ടും. എടാ, ഇതെന്താടാ? നോക്കുമ്പോൾ എല്ലായിടത്തും സ്റ്റിക്കാണല്ലോ. പേടിച്ചു പോയി. എന്താടാ ഉള്ളത്? ഒരു മിൽക്ക് ബക്കറ്റിൽ എനിക്ക് 2 എമറാൾഡ് കിട്ടും. നോക്കാലോ. മിൽക്ക് ബക്കറ്റിലുണ്ട്. അല്ല, പശു ഉണ്ടോ നോക്കട്ടെ. പശു ഉണ്ടെങ്കിൽ കാരണം എമറാൾഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കുറേ ആയി. പിന്നെ അവിടെ ഇത് നോക്കിയേ, ഇതിൻ്റെ അടിയിലൊരു ബ്ലോക്കില്ല. ഈ സാധനം ടൈം ചെയ്യാൻ പറ്റുമോ?
പക്ഷെ അടിച്ച് ആക്കാനോ പറ്റില്ല, എനിക്ക് വയ്യ. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയില്ല, ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ പിന്നെ ഇപ്പോൾ 14 അയൺ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതെന്താ മൈക്കാർട്ടോ, ലിവറുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. യാ ചെറി ബ്ലോസം ഭയമില്ലേ, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കണം. അല്ല പോകാൻ ആഗ്രഹമുണ്ട് എനിക്ക്. പിന്നെ എനിക്ക് അവിടെയൊക്കെ വീടുണ്ടാക്കുന്ന വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇങ്ങനൊരു സ്വർഗം പോലത്തെ ഏരിയ. അയ്യോ രാത്രി. പിന്നെ എനിക്ക് ഗൈസ് ഇനി ചെയ്യാനൊന്നുമില്ല. അപ്പം എന്താ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ലവ് യു ആൻഡ് ബൈ, സീ യു.